manifestation, Lord. Thank you, Holy Spirit, for your mighty presence, Lord. Hallelujah. Let every praise, every glory belongs to you, Lord. Hallelujah. Thank you for your mighty presence, Lord. In Jesus' name, amen. വളരെ സന്തോഷിക്കുവാൻ പരിസരം വരുന്ന ആരാധിക്കുവാൻ സ്വർഗത്തിലേക്ക് നമ്മളെ എടുത്തുയർത്തുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആയിരിക്കുന്നു. നമുക്ക് വീണ്ടും ഇനിയും 8 മിനിറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ അനൗൺസ്മെന്റ് ഒന്നും പറയുന്നില്ല, എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അത് ആരുടെയും വ്യക്തിപരമായിട്ട് നിങ്ങൾ അത് എടുക്കരുത്. നമ്മുടെ പ്രയർ ലൈനിൽ മോനിച്ച പാസ്റ്റർ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പ്രയർ ലൈനിൽ കടന്നു വരികയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എന്താണ് നമുക്കൊരു മടി? അനേകര് പല പ്രയർ നല്ലതാണ്, നമ്മുടെ ഓരോ വീട്ടിലെ സാഹചര്യങ്ങൾ അതനുസരിച്ച് ചെയ്യുക. പക്ഷെ കഴിവുള്ളവരെല്ലാവരും നമ്മുടെ ദൈവസ്ഥനിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ കഴിവതും അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോയിൽ വന്നാൽ നമുക്ക് ഇത്ര സൗകര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അതിന് 10 പൈസ പ്രത്യേകം കൊടുക്കാനില്ല. മുഖാമുഖമായിട്ട് കണ്ട് ആ പറയുന്ന പ്രസംഗിക്കുന്ന വ്യക്തിക്കും നിങ്ങൾ അത് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ധൈര്യം നമുക്ക് ഇവിടുന്ന് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കർത്താവിന്റെ ദാസനെ അതിനെ നമുക്ക് ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അന്നും പറയാനൊക്കത്തില്ല, ഈ ഭൂമി നമ്മൾ എത്ര നാൾ ഇങ്ങനെ എത്ര ആഴ്ച പാടാൻ പറ്റും, എത്ര മാസം കാണുമ്പോൾ എല്ലായിടും വളരെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, 24 ഫാസ്റ്റിംഗ് പ്രയറിലെ ലൈൻ ഓൺ ചെയ്തിട്ടേക്കാണ് 24 അവേഴ്സ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വിഷയം. ഇന്ന് ഉച്ചവരെ 1 മണിക്ക് മുമ്പ് ഒരു പാസ്റ്റർ നിത്യത്തിൽ പ്രവേശിച്ചെന്ന് പ്രൊഫസറിഞ്ഞു. 8 വയസ്സുള്ള ഒരു പൈതൽ കറണ്ട് അടിച്ച് മരിച്ചു എന്ന് പറയുന്നു. വേറൊരു പേര് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോയി. വേറൊരാൾക്ക് ഷുഗർ കൂടി. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ശേഷിച്ചിരിക്കുന്ന ആരോഗ്യവായുസും ഒക്കെ നമുക്ക് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാനുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് സാക്ഷാൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളിരിക്കുന്ന റൂമിൽ നിങ്ങളുടെ വലത്ത് സൈഡിലോ ഇടത് സൈഡിലോ നിങ്ങളുടെ മുമ്പിൽ ദൈവമുണ്ട്. നമ്മൾ അതനുസരിച്ച് പെരുമാറുക. അതുകൊണ്ട് ഞാൻ ഈ ലൈനിൽ കണ്ട ചില കാര്യങ്ങൾ ആരും നിങ്ങളെ പേഴ്സണലായിട്ട് എടുക്കില്ല. യാതൊരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു കപ്പലണ്ടി ആയാലും ബിരിയാണി ആയാലും രണ്ടായാലും കഴിക്കുക. ഫാസ്റ്റ് ഞാൻ ഒരു കപ്പലണ്ടി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലരും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടല്ല, നമ്മൾ തന്നെ സ്വയം നമ്മൾ തന്നെ നിയന്ത്രിക്കേണ്ട ചില അത്യാവശ്യ ഘടകങ്ങളാണ്. നമ്മളൊക്കെ അനേക പ്രയർ ലൈനിൽ കയറുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവഭക്തിയോടുകൂടി തന്നെ സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഏത് സമയത്താണ് സാത്താൻ നമ്മുടെ ഈ പറഞ്ഞതുപോലെ തെള്ളിയിടുന്നത് അറിയാനൊക്കത്തില്ല. അതുകൊണ്ട് ദൈവസാന്നിധ്യം മാറാതെ എല്ലാവരും പ്രാർത്ഥനയുടെ ഒരു വലയത്തിൽ തന്നെ നമ്മൾ ഇതൊരു കുടുംബമാണ്, നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നാട്ടിലിരിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും കൈകളെ നമ്മളിങ്ങനെ കോർത്ത് പിടിച്ചാണ് ഈ പ്രയർ ലൈൻ നടക്കുന്നത്. അതുകൊണ്ടാണ് വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ തന്നെ ഇവിടെ പറയുന്ന വിഷയങ്ങൾക്കൊരു മറുപടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒറ്റ കാരണത്താലാണ്. ഞാൻ ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ വിശുദ്ധി കൊണ്ടതുപോലെ ദൈവത്തിന്റെ കരുണ, നമ്മുടെ മനസ്സ് ദൈവം അറിഞ്ഞാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അസാധ്യമായ കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് ദൈവം തട്ടി നീക്കി നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എന്റെയും അനുഭവങ്ങളാണ് പ്രിയമുള്ളവര്. അതുകൊണ്ട് സന്നിധി ബോധം അത് മറന്ന് നമ്മൾ ഒരിക്കലും ഏത് പ്രയത്നമില്ലായും ദൈവസന്നിധി, അത് വീട്ടിലെ പ്രാർത്ഥനയാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഇടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയും കോഴി അടച്ചിട്ടോ അല്ലെ അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രയർ ലൈന് ഏതെങ്കിലും ഒരാൾ ഓരോ ദിവസം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിതൊരു ഓൺലൈനിൽ ഇപ്പൊ എല്ലാ പ്രയർ ലൈനും ഓൺലൈനിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം മാത്രം അൺമ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്നവരെ ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ നമ്മൾ 3-4 പേര് ഒന്നിച്ച് വായിക്കുന്നത് ശരിയല്ല. ഈ പ്രയർ ലൈൻ തുടങ്ങിയ അന്ന് മുതൽ ശോശാമ സിസ്റ്റർ, സൂസൻ സിസ്റ്റർ എന്നതിന്റെ പലരുടെയും പേര് മാറിപ്പോ, സൂസൻ സിസ്റ്റർ അന്ന് ഡാളസിലായിരുന്നു, അവിടെ തൊട്ട് ഇന്നിപ്പോ ഫ്ലോറിഡയിലാണ്. കൃത്യമായിട്ട് ഒരുപക്ഷെ 1 മിനിറ്റ് താമസിച്ചെന്നിരിക്കും, എന്നാലും ദേവദാസി അത് ശുശ്രൂഷ ഒരു വലിയ ശുശ്രൂഷയാണ്. ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ വാക്യം എടുത്ത് സംസാരിക്കാൻ കഴിയും എന്നെ കൊണ്ട് പറ്റുകയില്ല. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപ നമുക്ക് ഈ പ്രയർ ലൈൻ അത് പ്രയോജനപ്പെടുത്തണം. അല്ലെങ്കിൽ കുട്ടിയമ്മ സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ നടത്തുന്ന ദേവദാസം പറയും ഇന്നാല് ദിവസം വായിച്ചു ചെയ്യാൻ. അത് നമ്മളെല്ലാം വചനം എടുത്ത് വെച്ചേക്ക് വന്നത് എല്ലാവരും കൂടെ വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടിയാൽ എല്ലാവരും കൂടെ ഇത് നമ്മൾ തന്നെ ഒന്ന്
നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വരികയാണെങ്കിൽ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് നമ്മുടെ ഈ പ്രയർ ലൈൻ യൂട്യൂബിൽ ഇടാനുള്ള സൗകര്യം ഉണ്ടാകും. അന്നേരം ഈ പ്രസംഗങ്ങളും പാട്ടും എല്ലാം മറ്റനേകർക്ക് പ്രയോജനപ്പെടും. പ്രിയമുള്ളവർ, നമ്മൾ 100 പേരോട് സുവിശേഷം പറയുമ്പോഴായിരിക്കും ഒരുപക്ഷെ 2 പേര് അതിൽ ശ്രദ്ധ ചെലുത്തുന്നത്. നമ്മുടെ വാക്കുകളൊന്നും പാഴായില്ല. യേശു തമ്പുരാൻ അന്ന് ലോകത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗം വളരെ വർഷങ്ങളായിട്ട് അതിന്റെ വാക്കുകൾ പിടിച്ചെടുക്കാൻ ശാസ്ത്രലോകം ഇങ്ങനെ നടക്കുകയാണ്. പറയുന്ന വീഴ്ചകളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ, പാട്ടുകളെല്ലാം യുഗായുഗങ്ങളായിട്ട് എല്ലാവരുടെയും ഈ അന്തരീക്ഷത്തിലുണ്ട്. സയൻസ് ഇന്ന് അതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികളെല്ലാം പ്രത്യേകിച്ച് ഇതൊരു പ്രയർ ലൈൻ ആണെന്നും അതുകൊണ്ട് അതിന്റെ വിജയത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതെല്ലാം നിങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഇടയ്ക്കൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം പറയുന്നതാണ്. അതുപോലെ പാട്ട് പാടാൻ നമുക്ക് അസൈൻമെന്റ് നമുക്ക് ദേവദാസിനെ അയച്ചിട്ടുണ്ട്. അത് സാറ്റർഡേയിൽ നമുക്ക് അതുപോലെ തന്നെ നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരാണ്, അതിനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് വളരെ കൃത്യമായിട്ട് നടത്തുന്നു. മറ്റു കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയാനുള്ള, ബാക്കിയെല്ലാം നമുക്ക് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. നമ്മളിതിനകത്ത് ആരെയും അങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്തു അങ്ങനെയൊന്നുമില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ കൃപ കൊടുത്തിരിക്കുന്നു. എത്രയോ വർഷമായിട്ട് മോനിച്ച പാസ്റ്റർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവം നടത്തുന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനറലായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ആരും അത് പേഴ്സണലായിട്ട് എടുക്കരുത്. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃത്യം 8 മണിക്ക് തന്നെ പ്രയർ റിക്വസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടോ? നമ്മുടെ കർത്താവിന്റെ ദാസൻ മൊറീസ് പാസ്റ്ററിന്റെ അവിടുത്തെ പാസ്റ്റർ നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് 1 മാസത്തിന് ദേവദാസനാണ് ആ സഭയുടെ ചാർജ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. മകന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവര് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നാട്ടിൽ വന്നൊരു ട്രീറ്റ്മെന്റ് ആവശ്യം വന്നേക്കാം. എന്നാൽ അത് വിഷയം ദൈവത്തെ കയ്യിൽ പരമ്പരിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ആരെങ്കിലും പ്രത്യേകമായ നേരത്തെ പറയാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കടപ്പാരം എത്രയും വേഗം വിടുവാനായിട്ട് ദൈവം സഹായിക്കണം. അതിനകത്തുനിന്നൊരു വിടുതൽ കിട്ടണം. പിന്നെ ശാരീരികമായുള്ള സൗഖ്യത്തിനും. കഴിഞ്ഞ ദിവസം ബേബി സിസ്റ്ററാണ് പറഞ്ഞത്, അവിടെ ഒരു കടബാധ്യത അറിയാത്ത ഒരു ബുദ്ധിമുട്ടതിൽ അവരൊന്നും അറിയാത്ത രീതിയിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ട് അത് വിഷയത്തിന് ഒരു വിടുതൽ എല്ലാ വിഷയത്തിലാണെങ്കിൽ ദൈവത്തിന് സമയമുണ്ട്. ദൈവത്തിൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മൾ ഇടാത്തോണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ മനുഷ്യരോടല്ല, നമ്മൾ ദൈവത്തോട് എല്ലാ ചിന്ത, നമ്മുടെ ഭാരങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അതിന് മറുപടി തരും. പ്രത്യേകിച്ച് ദേവദാസിക്ക് സുഖമില്ല. കഴിഞ്ഞ പ്രയർ മീറ്റിംഗിലും അങ്ങനെ തന്നെയായിരുന്നു. ശാരീരികമായ സൗഖ്യത്തിനായിട്ട് നമ്മൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാൻ. ബലഹീനരായിരിക്കുന്ന എല്ലാവരെയും, നമുക്ക് എല്ലാ അസുഖങ്ങളും, എന്നാൽ അതൊക്കെ പോട്ടെ, നമ്മളെക്കാൾ എത്രയോ വലിയ അസുഖമുള്ളവര് ഉണ്ട്. നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ദൈവം എല്ലാവരുടെയും വാഹനങ്ങളെ കുഞ്ഞാണ്ട് രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പോകുന്നിടത്ത്, ഡ്രൈവ് ചെയ്യുന്നിടത്തെല്ലാം അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ സുവിശേഷങ്ങളിലും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച IPCയുടെയും അസംബ്ലി സ്കൂളിന്റെയും കോൺഫറൻസ് ഇൻ കാനഡ ഗോയിങ് ഓൺ, കാനഡയിൽ വെച്ച് അത് നടത്തപ്പെടുന്നു. അതിന്റെ വിജയം അനേകരെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ജനങ്ങൾ വരുന്ന ഒരു സംരംഭമാണല്ലോ. അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. എല്ലാ ആത്മീയ കൂട്ടായ്മകളെയും ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദേവദാസനെ ബൈബിൾ ക്ലാസ്സിനായിട്ട് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും ആദരവും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോ നിങ്ങളുടെ വീട്ടില് നമ്മള് പല കാര്യങ്ങൾ വാങ്ങാറുണ്ട്. മീൻ വാങ്ങാറുണ്ട്, ഇറച്ചി വാങ്ങാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നതെല്ലാം ഓരോന്നിനും അതിൻ്റെതായ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആണോ അതോ എല്ലാം ഒരേ രീതിയിലാണോ? അല്ല. എന്തുകൊണ്ടാ എല്ലാം വേറെ വേറെ രീതി കുക്ക് ചെയ്യുന്നത്? ഓരോന്നിനും ഓരോ രീതിയാണ്. അപ്പം അത് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പം കർത്താവിന്റെ ആശി പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും ഓരോ രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മാത്രം നമുക്ക് എത്ര രീതിയുണ്ട്? എല്ലാത്തിനും എത്ര രീതിയുണ്ട്? ഒരു രീതി.
നിങ്ങൾ ഈ യാക്കോബ പള്ളി പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? ഓർത്തഡോക്സ് പള്ളിയിൽ ഒന്ന് പോകണം. അവിടെ ഈ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു രീതിയല്ല. ആണോ ജോണേശ്വർ ഭാഷ? എല്ലാത്തിനും ഒരു രീതിയാണോ? അല്ല അല്ല അല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ പല ട്യൂണുകളാണ്. പെന്തക്കോസ്ത് വന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എന്തോ ഉണ്ട്? കഞ്ഞി കഞ്ഞി മാത്രം. രാവിലെ കഞ്ഞി, ഉച്ചക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി, 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 കഞ്ഞി. കർത്താവ് പണത്തിന്റെ കാര്യം എത്രമാത്രം കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പണത്തെ പറ്റി കർത്താവ് പഠിപ്പിച്ചത് പഠിക്കണം. നിങ്ങളുടെ കടഭാരം മാറണം, പഠിക്കണം. എന്ത് പഠിക്കണം? എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ 16-ാം അധ്യായം എടുത്ത് പഠിക്കണം. ഞാൻ എങ്ങനെയാണ് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ അതൊന്നും പ്രസംഗിക്കാൻ ഞാൻ പോകുന്നില്ല. നമ്മൾ എല്ലാത്തിനും ഒരു രീതി കൊണ്ടാണ് നടക്കുന്നത്. അത് മാറ്റിയെടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയമാണ്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു രീതി കൊണ്ടല്ല നടക്കേണ്ടത്. എല്ലാത്തിനും പല രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും പല രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ അപ്രോച്ച് അല്ല പോകേണ്ടത്. നമ്മുടെ ദേശത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു, ഒരു കുഞ്ഞ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ്. കുഞ്ഞുങ്ങള് ഡ്രഗ്സ് എടുക്കുന്നു, ആൽക്കോഹോൾ എടുക്കുന്നു. ഇപ്പം പണ്ടൊക്കെ ഉപദേശിമാർ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ പിള്ളേരെയായിരുന്നു കുറ്റം പറയാറുള്ളത്. അമേരിക്കയിലെ പിള്ളേരെല്ലാം വഷളന്മാരാണെന്നാണ് എല്ലാ ഉപദേശിമാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാവുന്നതാണ്. ഞാനിവിടെ വന്ന് കണ്ടെടുത്തോളം അമേരിക്കയിലെ പിള്ളേർക്ക് വഷളായിട്ട് നടക്കാൻ പറ്റത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ തെറ്റിച്ച് നടന്നിരുന്നുണ്ടെങ്കിൽ അവർ നേരെ ജയിലിൽ പോകും. അതുകൊണ്ട് പിള്ളേർക്ക് നേരെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചാലേ പറ്റുള്ളൂ. കേരളത്തില് ഒരു നിയമവും ഇല്ല, ഒന്നുമില്ല, തോന്നിയ പോലെ അങ്ങ് ജീവിക്കുകയാണ് അല്ലേ? എന്തുകൊണ്ടാ? പിന്നെ കുടുംബത്തിലെ സ്വസ്ഥതയില്ല, ദേശം നാശത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. അവരവർക്ക് വേണേ പഠിക്കണം. നമ്മുടെ ഓരോ വിഷയങ്ങളും വരുന്നുണ്ട്. ഒരേ രീതിയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ ഒരു ദിവസം കേൾക്കാറുണ്ട്, പല പ്രസംഗങ്ങളും നിങ്ങൾ കേൾക്കാറുണ്ട്. ഇതിനകത്തിൽ യേശു പഠിപ്പിച്ചത് എത്ര പേര് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്? ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കരം വെച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞാട്ടെ, യേശു പഠിപ്പിച്ചത് എത്ര പേര് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്? പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞാട്ടെ. എത്ര പേരുടെ പ്രസംഗം കേൾക്കുന്നുണ്ട് യേശു പഠിപ്പിച്ചതിനെ കുറിച്ച്? ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ പഴയ നിയമത്തിൽ നിന്നും, പിന്നെ എവിടുന്ന് കേൾക്കും? പുതിയ നിയമത്തിലെ ഓരോ ലേഖനങ്ങളിൽ നിന്നും, പിന്നെ മാക്സിമം കേൾക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവും. ഇത് 3 കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. അത് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് എന്ത് പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലഘു എന്താണ് ഈ ലോകത്തിന്റെ പ്രഭു? അതാരാ ലോകത്തിന്റെ പ്രഭു? പിശാച്. ഈ മനുഷ്യന്റെ കണ്ണെല്ലാം എന്തായി വെച്ചിരിക്കുക? അപ്പൊ ദേശം മുഴുവൻ ഡാർക്കിൽ കിടക്കുകയാണോ? അന്ധകാരത്തിൽ കിടക്കുകയാണോ? അപ്പൊ എന്നിട്ട് നിങ്ങൾ ഭൂമിയുടെ വിളക്കാവുന്നു എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ പ്രകാശം അവരിലേക്ക് അടിച്ച് അവര് പ്രകാശത്തിലേക്ക് വരണം. അങ്ങനെയല്ലേ വേണ്ടിയത്? അങ്ങനെയല്ലേ? അതല്ലേ നിങ്ങൾ ഭൂമിയുടെ വിളക്കാവുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ആ വിളക്ക് മറ്റുള്ളവരിലേക്ക് കത്തിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല?
നിങ്ങൾ ഏതെങ്കിലും കബറിങ്ക പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെ പോയിട്ടുണ്ട്, ജോണേശൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മെഴുകുതിരി കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ചെന്നാൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കെടുത്തി വെച്ചേക്കുന്ന മെഴുകുതിരി ഉണ്ട്. നമ്മളവിടെ പൈസ ഇട്ടിച്ച് ആ മെഴുകുതിരി എടുത്തിട്ട് ഈ കത്തിച്ച് വെച്ചേക്കുന്ന മെഴുകുതിരിയെന്നാണ് പിന്നെന്ത് ചെയ്യുന്നത്, മറ്റേ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേത് കത്തുമോ? ഇല്ല. അപ്പൊ നമ്മൾ കത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പ്രകാശം പരത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതി പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ വീട്ടിലുള്ളവർ വരെ അറിയണം. വേണ്ടായോ? നിങ്ങൾ വേറൊരു ദേശത്ത് ഒരു വീട്ടിലോട്ട് ചെന്നു, സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ ആ ആള് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ മകനെയും വെച്ചിരിക്കുന്ന ദുഷ്ടശക്തിയെ എന്ത് ചെയ്യണം? ശാസിക്കണം, നീങ്ങിപ്പോകണം. അത് നീങ്ങിപ്പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കണം. ദൈവത്തോടാണോ പറയേണ്ടത്? ശാസിക്കണം അമ്മാമ്മ പറയുന്നുണ്ട്, പക്ഷെ ആൾക്കാരല്ലല്ലോ ചെയ്യുന്നത്. അത് ഇത് എല്ലാവരും അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല? ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും സാധാരണ മനുഷ്യരല്ല. നിങ്ങൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മേലിൽ കോളിംഗ് ഉണ്ട്, നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്, നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറച്ചവരാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണോ? അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ കിട്ടിയാലും നമ്മൾ ആരോട് വിളിച്ചു പറയും? അങ്ങനെയല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ പെണ്ണായാലും ചെറുക്കനായാലും അവനെ ബന്ധിച്ചിരിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അവന് വിവാഹം വേണ്ട, അല്ലെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ആ ദുഷ്ടശക്തിയോട് അവനെ വിട്ടുപോവാൻ അല്ലെ അവളെ വിട്ടുപോവാൻ ആര് പറയണം? നമ്മൾ പറയണം. പിതാവ് പറയണം ആദ്യം. പിതാപ്പനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആര് പറയണം? അമ്മ പറയണം. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല. എന്താ കാര്യം? പുറത്തുനിന്ന് ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയും, അവരെന്നെ പിടിച്ച് വീട്ടിൽ കയറ്റി വെച്ചിരിക്കുക, നീ ആരാടാ എന്നെ ഇറക്കി വിടാന്ന് ചോദിക്കത്തില്ലേ? വീട്ടിൽ കയറ്റി വെച്ചേക്കുന്നത് അവരല്ലേ? ആണോ അല്ലയോ? അപ്പൊ പിന്നെ ആർക്കേ അധികാരമുള്ളൂ? കുടുംബനാഥനാണ് അധികാരമുള്ളത്. ആർക്കാ? നിങ്ങളെ കടഭാരത്തിലാക്കുന്നത് നിങ്ങളുടെ വേറൊരാളല്ല. അപ്പൊ നിങ്ങളെ കടഭാരത്തിലാക്കി വെക്കുന്നത് ദുഷ്ടനാണ് ആക്കി വെച്ചിരിക്കുന്നത്, ചതിവുണ്ട്. അപ്പൊ നിങ്ങൾ ശാസിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം. എങ്ങനെയാണ് ഇതിനെ ഞാൻ ജയിക്കേണ്ടത്? ഇപ്പൊ ഒരാള് സ്ഥിരമായിട്ട് ഇപ്പം എന്നെ വിളിക്കാറുണ്ട്, എന്നെ മറ്റേ ലൈനിലൊക്കെ വന്നിട്ട് എന്നെ കണ്ട്, എന്താ ഇദ്ദേഹത്തിന് വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമാണ് വേണ്ടിയത്. എന്താ വേണ്ടത്? മറ്റേ ഉദ്ദേശമേ ഉള്ളൂ. അപ്പൊ പണം കൊടുത്ത് ആരെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ പണം കൊടുത്തിട്ട് ആളെ സഹായിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കറിയാമോ? അവൻ നന്നാകണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അധ്വാനിക്കാൻ പഠിക്കണം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഉപദേശിമാരെ എന്ത് ചെയ്യത്തില്ല. 10 വയസ്സുടെ കൈ കൊണ്ട് ഉപയോഗിക്കത്തില്ല. ഞാനിപ്പോ എന്താണ് ഇതിനകത്ത് ബിന്ദു ഉണ്ട്, ബിനോയ് പാസും ഉണ്ട്, എന്റെ കൂട്ടുകാരനാ. എത്ര വർഷത്തെയാണെന്നറിയോ? 97 മുതൽ എനിക്ക് പരിചയക്കാരനാണ്. 97 മുതൽ ഈ പുള്ളിക്ക് ചായ ഉണ്ടാക്കാൻ ബിന്ദു സിസ്റ്റർ എന്ത് ചെയ്യും? ബിന്ദു എന്ത് ചെയ്യും? അതിനകത്തുണ്ടായിരുന്നല്ലോ. പോയോ? ബിന്ദു ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് തുറന്നേ, ഒന്ന് കാണിച്ച്, മുഖം ഒന്ന് കാണിച്ച്. ബിന്ദു എന്ത് ഇവിടെ ചായ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചു നോക്കിയേ. എന്ത് ചെയ്യും?
ബിന്ദുവിനോട് ഞാൻ ചോദിക്കാം, ബിനോയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമോ? ഒരു ചായ ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല. പഠിപ്പിക്കണത് ബാക്കിയെല്ലാം ചെയ്യാം. കറികളൊക്കെ ഉണ്ടാക്കും. കറികളൊക്കെ ഉണ്ടാക്കാം. അത് നിവർത്തിയില്ലാതെ പിന്നെ പണി ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അന്ന് കേരളത്തിലുള്ള ഉപദേശിമാർ കൈകൊണ്ട് ജോലി ചെയ്യത്തില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലുള്ള കൊച്ചുമോളെ സിസ്റ്റർ അല്ലെന്നുണ്ട് എന്തി പൊന്നമ്മാമയുണ്ടോ? പൊന്നമ്മാമയുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു നോക്കിയേ. 10 പൈസ ജോലി ചെയ്യത്തില്ല. ചെയ്യും, ജോലി ചെയ്യും. അല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാ. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാ. വെളിയിലെ ദൈവത്തോളമല്ലയോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ദൈവമക്കളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അധ്വാനശീലരെയാണ് ദൈവത്തിന് ആഗ്രഹം. ആർക്കാഗ്രഹം? അധ്വാനശീലം. ദൈവത്തിന് ആഗ്രഹം. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 20 മണിക്കൂറിൽ കൂടുതൽ ഞാനിപ്പോൾ പ്രസംഗിക്കുന്നുണ്ട്. ചില സമയത്ത് അന്നുണ്ട് എന്തോ ഏതിനാണ് പ്രസംഗിക്കേണ്ടതെന്ന് പോലും ഓർമ്മ വരാത്ത പോലെ. കാരണം ഓരോന്നും പ്ലാൻ ചെയ്ത് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി സമയത്തെ കാര്യങ്ങൾ. അപ്പം ഇത് ഓരോന്നും പ്ലാൻ ചെയ്ത് വരുന്ന ഉടനെ നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ട് പ്ലാനിൽ തന്നെ നിൽക്കണം. എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ലാത്ത പോലെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ എനിക്കൊരു കാര്യം നിങ്ങളോട് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നിങ്ങൾ അത് ഏറ്റെടുത്ത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇവിടെ ഒരു മറ്റേ ഉപദേശിമാർ വന്ന എന്തെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് കുറച്ച് വാചകം പഠിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോവല്ല ഞാൻ ചെയ്യുന്നത് ആണോ? അല്ല, നമുക്ക് നന്മ ഉണ്ടാകണം, ഉയർച്ച ഉണ്ടാകണം. ഓക്കെ, നമ്മൾ ദേശത്തിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ അയലോക്കത്തുകാർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ആഴ്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താൽ, ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. ഓക്കെ, ഒന്ന് കോരിന്ത്യർ 2 കോരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാണ്. 2 കോരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ആരുടെയൊക്കെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നത്? അവിശ്വാസികളുടെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഒരു 90% ആൾക്കാരുടെയും മനസ്സിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ആര്? ഈ ലോകത്തിന്റെ അധിപതി. അപ്പൊ നമ്മൾ ഇവിടെ കുത്തിയിരുന്ന് പറയാണ്, കർത്താവേ എന്റെ കുഞ്ഞിനോട് മനസ്സിലാക്കണേ, അവന് മാനസാന്തരം കൊടുക്കണേ, അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാകുമോ? വല്ല പ്രയോജനം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ അയലോകത്തെ പിള്ളേർക്ക് വേണ്ടി പറഞ്ഞ വല്ല പ്രയോജനമുണ്ട്? കർത്താവേ പാവത്തെ പച്ചോളം പോലെ കുടിക്കുന്നുണ്ട്, കർത്താവേ അവരോട് കണ്ണം തോന്നണമേ. നിങ്ങൾ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കാവുന്നല്ലാതെ പ്രയോജനമില്ലാത്ത വാക്കുകളാണ് അതെല്ലാം. അപ്പം നിങ്ങൾ ഒരു വിഷയത്തിന്റെ മേൽ പറയുന്നുണ്ട്, എല്ലാത്തിന്റെ മേലും ആര് ആധിപത്യം നടത്തുന്നുണ്ട്? ആധിപത്യം നടത്തുന്നുണ്ട്. ആദ്യം അവനെ നീക്കം ചെയ്തെങ്കിലേ അവരുടെ ഹൃദയം തുറന്നു വരത്തുള്ളൂ. എന്ത് തുറന്നു വരത്തുള്ളൂ? എന്നാലേ നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്തുനിന്ന് മാറത്തില്ല. പിന്നെ പാസ് വേണം എന്തെങ്കിലും പറഞ്ഞു, അത് ഞങ്ങൾ കുറച്ചു നേരം ചെവി കൊണ്ട് കേട്ടോണ്ടിരിക്കാം. ജോണാസ് പാസിന്റെ ലൈൻ ഇല്ലയോ ഞങ്ങൾ കേട്ടോണ്ടിരിക്കാം എന്ന് പറയുന്നതുകൊണ്ട് എന്നാൽ പ്രയോജനം ഉണ്ടാകത്തില്ല. ചേഞ്ച് യുവർ സെൽഫ്. ഞാൻ എൻ്റെ ജീവിതത്തില് 1980 മുതൽ അറിയാവുന്ന ഒരു അമ്മാമ്മയാണ് വേണ്ടി ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ ജീവിച്ച ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ എൽസമാമേ? പണ്ട് കണ്ട ഞാനാണോ? ഞാന് 80 കണ്ട ഞാനാണോ ഇപ്പൊ? ഞാന് അല്ല, 80 വെള്ളം അടിക്കാതെ
എന്റെ കുടുംബത്തിന്റെ പ്രകാശമായിട്ട് വന്ന അമ്മാമ്മയാണ്. ദൈവം ചേഞ്ച് ആക്കി. അപ്പം ഡെയിലി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ ചേഞ്ച് ആയില്ലെന്നുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്നവർക്ക് ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മളെ തന്നെ ചേഞ്ച് ആക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ഡെയിലി ചേഞ്ച് ചെയ്യേണ്ടി നമ്മൾ വചനം വായിച്ചിട്ട് അതിനെ പരിശോധിച്ചിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് എങ്ങനെ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമ്മള് നട്ടപ്പഴും ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുന്നില്ല, നട്ടപ്പഴും ഇതാ പിന്നെ വിടുതപ്പഴും ഇതെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അതിന് പറയുന്നത്? ബന്ധുക്ലാസുകാരും ഒട്ടുമുക്കാലും നട്ടപ്പഴും പറിച്ചപ്പഴും ഒരു കൊട്ടയുണ്ട്. അതിനകത്ത് കിടക്കാൻ അങ്ങനെ കിടന്നു പോത്തേ ഉള്ളൂ. നമുക്ക് വ്യത്യാസം ഉണ്ടാകണം, വേണ്ടേ? അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വിളിക്കുകയാണ്. പൗലോസിന്റെ സാക്ഷ്യത്തിനകത്ത് ഒരു വാക്യം ഞാൻ വായിക്കാൻ പോവാണ്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം അഗ്രിപ്പ രാജാവിനോട് പറയുന്ന വാക്കുകളാണ്. ശ്രദ്ധിച്ചോ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒന്നുകൂടെ വേറൊരാൾ വായിച്ചാട്ട്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. വേറൊരാളുടെ വായിച്ചു ഒന്നുകൂടെ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്ന് അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. നമ്മളെ വിളിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതിന് തന്നെ നമ്മളെ കുഞ്ഞുമോള് സെഷൻ തന്നെ പറഞ്ഞു, കൊച്ചുമോള് സെഷൻ പറഞ്ഞു കൂടുതൽ ആൾക്കാരുടെയും പ്രാർത്ഥന ആരോടാ പറയുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട്? ദൈവത്തോടെ പറയുന്നത്. ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേ, അവരാരോടാ പറയുന്നത്? ദൈവത്തോട് പറയുന്നു. ആരുടെ ജോലിയാ? നമ്മുടെ ജോലി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി ആരോട് പറഞ്ഞോണ്ടിരിക്കുക? നമ്മള് ദൈവത്തോട് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ഞാനല്ലല്ലോ പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ? ആമേ. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് എന്റെ ഹൃദയം പ്രയാസപ്പെടുന്ന നിങ്ങളെ വഴക്ക് പറയുന്നത്. ഇപ്പൊ പിടി കിട്ടിയോ വഴക്ക് പറയുന്നത് എന്താന്ന്? അവരുടെ കണ്ണ് തുറക്കണം. പാപത്തിനും അവർക്ക് മാനസാന്തരം ഉണ്ടാകണം. അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. സാത്താന്റെ അന്ധകാരത്തിൽ നിന്നും ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. എന്നെ വിളിച്ചു വേർതിരിച്ച എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ കണ്ണ് തുറക്കണം, മറ്റുള്ളവരുടെ കണ്ണ് തുറക്കണം, അവരുടെ പാപമോചനം ഉണ്ടാക്കി കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ കുത്തിയിരുന്ന് അയ്യോ കർത്താവേ എന്റെ കുഞ്ഞിനോട് മനസ്സലിവ് തോന്നണമേ, എന്റെ കുഞ്ഞിനെ നീ മാനസാന്തരപ്പെടുത്തണമേ, മാനസാന്തരം കൊടുക്കണമേ, ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിവ് തോന്നണമേ, ഇതൊന്നും പ്രാർത്ഥനയല്ല. ഇത് നമ്മൾ കർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ അതും ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചാൽ, നിങ്ങൾ വീട്ടിൽ പല സാധനങ്ങളും കൊണ്ടുവരും, ഒരേ രീതിയിലല്ല കറി വെക്കുന്നതാണോ? എല്ലാത്തിനും പല രീതികളാണ് ഉള്ളത്. പെന്തക്കോസ്തുകാരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കഞ്ഞി, ഉച്ചക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി, രാവിലെ കഞ്ഞി, ഉച്ചക്ക് കഞ്ഞി, വൈകുന്നേരം കഞ്ഞി. ആ കഞ്ഞി പരിപാടിയാണ് നിർത്തണം. നിർത്തിയിട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് നമ്മളെ ഓരോ കാര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കണം. വേണ്ടേ? വേണോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ സാം കുരുവിള എന്ന് പറയുന്ന ദേവദാസനെ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോള് കോളേജിലെ ഇവിടെ ബോർഡ് എക്സാം എഴുതാൻ പോവാ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതോ ആരാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു? കർത്തദാസനെ ആര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു? ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു.
അപ്പൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളാണ് ആരോട് പറയും? പാസ്റ്റർമാരോട് പറയും. പാസ്റ്റർമാർ പറയും അയ്യോ കൊണ്ടുപോയി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും, അല്ലയോ? അല്ല രീതി. അപ്പനാണ് അതിന്റെ മേൽ കരം വെച്ചിട്ട് പറയേണ്ടത്. ജയിച്ചോ കുഞ്ഞു? പാസ്സായോ? പാസ്സായി. ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന പാസ്സാകത്തുമില്ലായിരുന്നു, ശരിയാകത്തുമില്ലായിരുന്നു. കാരണം എനിക്കല്ല അവകാശം, അധികാരമുള്ളത്. ആർക്കാ അധികാരമുള്ളത്? അധികാരപ്പെട്ടവൻ അപ്പനാണ്. അപ്പനാണോ അധികാരം ഒരു കുഞ്ഞിന്റെ മേളില്, അതോ നാട്ടുകാർക്കാണോ? ചിന്തിക്ക്. നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്കാണല്ലേ അധികാരം, ആണോ? അപ്പൊ നിങ്ങളുടെ മക്കളെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടശക്തി മാറിപ്പോകാൻ പറയേണ്ടി ചോദിക്കാറില്ല. നിങ്ങൾ പ്രവാചകന്മാരെ വിളിച്ചോളൂ, അവന്മാര് പറയും, അവന്മാര് കാശും കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളെ ദാനക്കെട്ടാണ്, ചേനക്കെട്ടാണ്, അറബിയുടെ കെട്ടാണെന്നൊക്കെ പറഞ്ഞു വിടും. ഇപ്പൊ പുതിയ യമനിലെ കെട്ട് വേണേലും പറഞ്ഞു തരും. പുതിയ കെട്ടൂടെ വന്നിട്ടുണ്ട്. മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോണം. ആരുടെ കെട്ടാന്നേലും അത് അഴിക്കേണ്ട ജോലി ആരുടെയാ? പറഞ്ഞേ. നേരം വെച്ചിട്ട് പറഞ്ഞാണ്ട് എന്റെ ജോലിയാണെന്ന് പറഞ്ഞാണ്ട്. ഇനി ഒരു അന്യായ ബന്ധനങ്ങളും എന്റെ കുടുംബത്തിൽ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ട ശക്തികളെ ശാസിച്ച് ഞാൻ അകറ്റും. എന്റെ കുടുംബത്തിന്റെ ചുമതല എന്റെ മേലാണ് തന്നിരിക്കുന്നത്. അവരവരുടെ കുടുംബമാണ്, നിങ്ങളുടെ പുരാണമാണ്, നിങ്ങളുടെ വിഷയമാണ്. അതിന്റെ മേൽ ഉത്തരവാദിത്തം എന്റെ മേൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന ദുഷ്ടശക്തി, കടബാധ്യത ഇട്ടുകൊണ്ട് എന്നോട് പോരാടുന്ന അന്ധകാര ശക്തി എന്റെ ഭവനത്തിൽ നീങ്ങി പോകട്ടെ. അനുഗ്രഹവും ഐശ്വര്യവും നിങ്ങൾ 112 സങ്കീർത്തനം കർത്താവിന്റെ പോയെ ബ്ലസ്സിനെ 112 സങ്കീർത്തനം ഒരു വായിക്കുക, ധ്യാനിക്കുക. ഒന്ന് വായിച്ചാ മാമ 1-2 വാക്യങ്ങള്. യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അപ്പൊ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങൾ പറയണം, ഞാൻ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകണം. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആര് പറയണം? അതിനെ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ സങ്കീർത്തനം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ പോലും ചിരിച്ചു പോകും. ഓക്കെ, ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ. എന്നാല് അമ്മിണിക്കുട്ടി സിസ്റ്റർ അതിന്റെ ഒടുവിലത്തെ വാക്യം വായിക്കണം. അമ്മാമ്മ ആദ്യത്തെ ഒരു വാക്യം വായിക്കണം. അമ്മിണിക്കുട്ടി സിസ്റ്റർ ഒടുവിലത്തെ വാക്യം പറയും. പിന്നെ രണ്ടാമത്തെ വാക്യം അമ്മാമ്മ വായിക്കണം. അമ്മിണിക്കുട്ടി സിസ്റ്റർ ഒടുവിലത്തെ വാക്യം പറയും. വായിച്ചോ. യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. അടുത്ത വാക്യം സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ആമേൻ. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക്കി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു.
അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ആമേൻ. ദുഷ്ടൻ അതുകൊണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ചുരുകി പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. ബ്ലസൻ ആ വാക്കൊന്ന് വായിച്ചാട്ടെ, 9ാമത്തെ വാക്കൊന്ന് വായിച്ചാട്ടെ. ബേബി ബ്ലസൻ. ഇല്ല, ഓക്കെ. നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്നുണ്ട്, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നു, ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകി പോകും, അവന്റെ ആശ നശിച്ചു പോകും. അപ്പൊ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നുണ്ട്, ദുഷ്ടൻ ഇത് സംഭവിക്കണം. നിങ്ങൾ നന്മ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ പല ഉപദേശിമാരുടെയും ചിന്ത നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കണമെന്നാണ്. ആണോ ചിന്ത? അതാണ് ഈ പ്രശ്നം മുഴുവനും. നിങ്ങൾ നന്മ അനുഭവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആണോ അല്ലയോ? അപ്പം ദുഷ്ടന്റെ ആശ നിങ്ങൾ നശിച്ചു കാണണമെന്നാണ്. അപ്പൊ ആ ദുഷ്ടൻ നമ്മുടെ ഭവനത്തിൽ കയറി വരാൻ പാടില്ല. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്നവൻ കയറാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇത് എന്റെ കുടുംബത്തോടുള്ള കാര്യമാണ്, അത് ഞാൻ അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് വേണം. 28 ഓക്കെ. യെശയ്യാപ്രവചനം 42-ാം അധ്യായം 6-7 വാക്യം എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വായിച്ചോ ആരെങ്കിലും. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും 42-ന്റെ 6-7 കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. അപ്പൊ നമ്മളെ ജനത്തിന്റെ നിയമവും ജാതികൾക്ക് പ്രകാശവും ആക്കി വെച്ചതാണോ? അപ്പൊ കുരുട്ട് കണ്ണുകളെ തുറക്കേണ്ടിയും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും വിടുവിക്കേണ്ടിയും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കേണ്ട ജോലി ആരുടേതാ? അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയെന്നോ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമെന്നേ. പറഞ്ഞാൽ മതി. യേശുവിന്റെ നാമത്തിൽ തങ്കച്ചന്റെ അല്ലെന്നുണ്ടെ മോനച്ചന്റെ അല്ലെന്നുണ്ടെ രാജന്റെ അവന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടശക്തി അവന്റെ കണ്ണ് തുറന്നു വരുമാറാകട്ടെ, അവൻ കുണ്ടറയിൽ നിന്ന് പുറത്തു വരുമാറാകട്ടെ, അവൻ അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ വരുമാറാകട്ടെ, അവനെ പിടിച്ചു വെച്ചിരുന്ന കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമാറാകട്ടെ എന്ന് പറയേണ്ട ജോലി നിങ്ങൾക്കുള്ളതാണ്. അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ജാതികൾ മറ്റുള്ളവരുടെ ഒരു പ്രകാശമായി ഞാൻ മാറണം. പറഞ്ഞാട്ടെ, മറ്റുള്ളവർക്ക് ഞാൻ ഒരു പ്രകാശമായി മാറും. അതിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, എന്റെ ഹൃദയം തുറന്ന് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാമോ? എങ്ങനെങ്കിലും നിങ്ങളിൽ കൂടി പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടക്കണം. നിങ്ങൾ ഏത് ഡിനോമിനേഷൻ ആണെന്നോ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ ഇതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള നല്ല ബോധം എനിക്കുണ്ട്. നിങ്ങൾ ഒന്ന് എഴുന്നേക്ക. നിങ്ങൾ എഴുന്നേറ്റാൽ ഈ ലോകത്തിലുള്ള പ്രഭു അവിടെ അടങ്ങിയിരിക്കാൻ ഇടയായിത്തീരും. അന്ധകാരങ്ങൾ നീങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രകാശം വരുന്നത് നിങ്ങൾ കാണും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് അന്യഭാഷ 4 വിധത്തിലുള്ളതായിരുന്നു. അത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഓക്കെ, സമയം എനിക്ക് 10 മിനിറ്റ് കൂടെ തരാമോ? ഓക്കെ, അന്യഭാഷ നിങ്ങളോട് അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ കർത്താവിനെ ദാസി ചോദിക്കുന്നു. ആദ്യം ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14:1 സ്നേഹം ആചരിപ്പാൻ 1 സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയവരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ
ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഈ അന്യഭാഷ ആർക്ക് മനസ്സിലാകുന്നതാ? ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷ. വേറെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഇല്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇവരെല്ലാം പറയുന്നു അന്യഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, അന്യഭാഷ അല്ലെന്ന് പറയുന്നു. അപ്പൊ ഇതോ? ഇത് ദൈവത്തോടും സംസാരിക്കുന്ന. ഓക്കെ, ഇത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പം ഇത് ആർക്കും തിരിച്ചു പറയാൻ പറ്റുന്ന ഭാഷയല്ലല്ലോ, അന്നോ? ഇത് ഒന്നാമത്തെ ഭാഷ അന്യഭാഷ. ഇത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഭാഷയല്ല എന്ന് മനസ്സിലായല്ലോ? ആർക്കെങ്കിലും അതിനകത്ത് സംശയമുണ്ടോ? ഓക്കെ, ഇനി അടുത്തത് അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ എല്ലാവരും ഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പം ഈ അന്യഭാഷയോ? സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്താനെന്ന് മാത്രമല്ലോ, അതിന് വ്യാഖ്യാനിക്കണം. ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു അന്യഭാഷയാണ്. ആണോ അല്ലയോ? ഇത് വ്യാഖ്യാനിക്കണം. ഇതാര് വ്യാഖ്യാനിക്കണം? നമ്മൾ പറയുന്ന ഭാഷ വേറൊരാൾ വ്യാഖ്യാനിക്കുക, അല്ലെ നമ്മൾ വ്യാഖ്യാനിക്കണം. അവർക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തോ? അവർക്ക് തന്നെ വ്യാഖ്യാനപരമുണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേറൊരാൾക്കും വ്യാഖ്യാനിക്കാവുന്നില്ല. ഓക്കെ, അപ്പൊ അവർക്കല്ലെന്നുണ്ടെങ്കിൽ വേറൊരാൾക്കും വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അങ്ങനെയല്ലേ ഇപ്പൊ വായിച്ചത്? ഓക്കെ, അപ്പം ഇപ്പൊ എത്ര അന്യഭാഷയായി? 2. ഇനിയും വേറൊരെണ്ണം ഒന്ന് വായിച്ചാട്ട്. അത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്താ ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിന് 22-ാം അധ്യായം എടുത്ത് 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ. അപ്പം ഈ അന്യഭാഷ ആർക്ക് വേണ്ടിയുള്ളതാ? അവിശ്വാസികൾ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നോ പെടുന്നതാണോ? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണോ? ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ? വ്യാഖ്യാനിച്ചാലേ അവിശ്വാസികൾക്ക് മനസ്സിലാകത്തുള്ളൂ. അമ്മാമോ ഒന്നുകൂടെ വായിച്ചു നോക്കി. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ അന്യഭാഷ? അവിശ്വാസികൾക്ക് വേണ്ടി. ഇത് വ്യാഖ്യാനിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഒരെണ്ണമല്ല വ്യാഖ്യാനിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് വേറെ മറ്റുള്ളവർക്ക് അടയാളത്തിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 3 ആയോ? ഇനിയും റോമാലേഖനം 8-ാം അധ്യായത്തായിട്ട് അതിന്റെ 26-27 വാക്യം ഒന്ന് വായിച്ചാട്ട്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്നും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അമ്മാമ്മ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഒത്തിരി വർഷമായില്ലയോ? പണ്ട് പോലെ വന്നില്ലയോ? അമ്മാവ് പറഞ്ഞാട്ട് ഇതെന്താ അന്യഭാഷയാണോ ഇതെന്താ വായിക്കാം? നമുക്ക് പ്രാർത്ഥിക്കേണ്ട എങ്ങനെയെന്ന് അറിയാതെ നമ്മൾ ചിലപ്പോൾ ഞരങ്ങും ദൈവസന്നിധി അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അന്നേരം നമുക്കറിയത്തില്ല. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് തുണ നിൽക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതാണ്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല, ദൈവത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമേ മനസ്സിലാകുന്നുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ അമ്മാമ ഇപ്പൊ പറഞ്ഞത്? അതെ, ആണോ? ഓക്കെ, ഈ ഭാഷ അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടോ. അതൊന്ന് വർത്താനം വായിച്ചാ. Likewise, the Spirit also helped our infirmities, for we know not what we should pray for as we ought. But the Spirit itself makes intercession for us with groanings
which cannot be uttered. Amen. ഗ്രോണിങ് എന്നുള്ള ഒരു വേർഡ് കണ്ടോ? കണ്ടു. Yes. ഞരക്കം. അത് നിങ്ങളെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അതിനകത്ത് തന്നെ 2 പ്രാവശ്യം അല്ലേ? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാ. അതെ, ഇംഗ്ലീഷിൽ വായിക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 1 2 കണ്ടോ? അത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും ഒന്നും പറയുന്നില്ല. ഗ്രോണിങ്സ് എന്ന് ഒരു പ്രാവശ്യമുള്ളൂ. പക്ഷപാതം വേറെ. ഇൻഫോർമേറ്റീവ്സ്. ഓക്കെ സോറി ഓക്കെ. അതിനകത്ത് ഗ്രോണിങ് എന്നുള്ള 26ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത് ഇന്റർസെക്ഷൻ ഫോർ us with groaning and we cannot be uttered. ഓക്കെ, അപ്പൊ അതാണ് അന്യഭാഷയില്. അപ്പൊ അതൊരു അന്യഭാഷയാണെന്നുള്ളവര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ആണോ? ഇനി പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടുണ്ട്. പുറപ്പാട് 2:24. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. മലയാളത്തിൽ നിലവിളി കേട്ടു എന്നാണ്. അതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. നമ്മൾ കടന്ന് നിലവിളിച്ചോ എന്ന് പറയുന്നത്, ആണോ അല്ലയോ? ഇംഗ്ലീഷ് ഗ്രോണിങ്സ്. ഇംഗ്ലീഷിലൊന്ന് വായിച്ചാണ്. And God heard their groaning, and God remembered his covenant with Abraham. God heard their groaning and he remembered his covenant. Amen. അപ്പൊ അവർ ഗ്രോൺ ചെയ്തപ്പോൾ ദൈവത്തിന്റെ കവനന്റ് ദൈവം എന്ത് ചെയ്തു? ഓർത്തു. അല്ലാതെ കരച്ചിലിന്റെ പുറത്തല്ല ദൈവം നിലവിളി. ഇതിന്റെ പുറത്ത് ദൈവം പ്രവർത്തി അവർ കേട്ടതല്ല. ദൈവം എപ്പോഴും ദൈവം കവനന്റ് കീപ്പിംഗ് ഗോഡാണ്. ആ കവനന്റ് ഓർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കവനന്റ് കീപ്പിംഗ് ഗോഡാണ്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കോ, അതൊന്ന് വായിച്ച 89-ാം സങ്കീർത്തനത്തിന്റെ 34-ാം 35-ാം വാക്യം ഒന്ന് വായിച്ചാണ്. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ ആധാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അത് ഇംഗ്ലീഷിലൂടെ വായിച്ചാണ്. My covenant will I not break, nor alter the thing that is gone out of my lips. നമ്മൾ ഏത് കവനന്റിന്റെ കീഴിലുള്ളവരാണ്? അത് ആദ്യം പറഞ്ഞേ. ദൈവത്തിന്റെ അബ്രഹാമിക്ക്. നമ്മൾ ഏത് കവനന്റ്, നിങ്ങൾ ഏത് കൊടിക്കീഴിലുള്ളത്? നിങ്ങൾ ഏത് കൊടിക്കീഴില്ല? ഇന്ത്യയിലുള്ളവർ ഏത് കൊടിക്കീഴിലുള്ളവരാ? ഇന്ത്യ കൊടിക്കീഴിലുള്ളവരാണ്. ഇന്ത്യയുടെ കൊടിക്കീഴിലുള്ളവരാണ്. അമേരിക്കയിലുള്ളവര് അമേരിക്കൻ ഫ്ലാഗിന്റെ കീഴിലുള്ളത് ഇന്ത്യക്കാര്. ഓക്കെ, ഇന്ത്യക്കാര് ത്രിവർണ്ണ പതാക. അപ്പൊ ഇന്ത്യൻ ഫ്ലാഗിന്റെ കൊടിക്കീഴിലുള്ളവരാണ്. അപ്പം നിങ്ങൾ ഓരോന്നിന്റെ കൊടിക്കീഴ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഏത് കവനന്റിന്റെ അണ്ടറിലുള്ളവരാണ്? എന്ന് പറഞ്ഞേ. ന്യൂ കവനന്റ് എന്ന് പറഞ്ഞ ആരായിരുന്നു? ന്യൂ കവനന്റ് എന്ന് പറഞ്ഞ ആരാ? പേര് പറ. നിത്യനിയമത്തിന്റെ രക്തത്തിന്റെ. ആ പറഞ്ഞ ആളുടെ പേര് പറ. പറഞ്ഞ വ്യക്തിയുടെ പേര്. ഓക്കെ, ഡെയ്സി പറഞ്ഞു. ന്യൂ കവനന്റ് എന്ന് പറഞ്ഞു. ആ കവനന്റ് ഇതിലാണ് പുതിയ നിയമത്തിന്റെ. പുതിയ നിയമത്തിൽ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയണ്ടായോ? അത് അറിഞ്ഞുകൂടാതെ പഴയ കവനന്റിനകത്തുള്ളവരാണ് ഇസ്രായേൽ മക്കൾ. എവിടെയുള്ളവരാ? ഇസ്രായേൽ മക്കൾ. നമ്മൾ പുതിയ കവനന്റിലുള്ളതാണ്. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്തുവാ? നമ്മൾ എങ്ങുമല്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണം. ഇഫ് യു ആർ അണ്ടർ ദ ന്യൂ കവനന്റ്, യു സ്റ്റേ ഇൻ ദ ന്യൂ കവനന്റ്. പഴയ നിയമത്തിലാണ്, പഴയ നിയമത്തിൽ നിൽക്കണം. ഇത് രണ്ടും അല്ലാത്ത രീതിയിലാണ് നമ്മൾ പലരും യാത്ര ചെയ്യുന്നത്. നിങ്ങൾ പുതിയ നിയമത്തിലാകുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ
കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്തിൽ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അതിനു മുമ്പ് യേശു ഈ ഗ്രോൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. യേശു അന്യഭാഷയെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അത് മലയാളത്തില്, ഇംഗ്ലീഷ് വായിച്ചാണ്. When Jesus therefore saw her weeping, and the Jews also weeping, which came with her, he groaned in the spirit. He groaned in the spirit. എല്ലാവരും പറഞ്ഞാണ്ട് he groaned in the spirit. He groaned in the spirit. And verse 38, English. By 38, English. Jesus therefore again groaning in himself come to the grave. It അപ്പൊ was യേശു ഗ്രോൺ ചെയ്ത എത്ര പ്രാവശ്യമാണ്? രണ്ട് പ്രാവശ്യം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്ന വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തതിന് ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടി നിൽക്കുന്നു. അത് ഗ്രോയിങ്ങിനാണ് പറഞ്ഞേക്കുന്നത്. ആണോ അല്ലയോ? ആ പ്രാർത്ഥനയ്ക്കാണ് മറുപടി കിട്ടുന്നത്. ഇസ്രായേൽ മക്കൾ ഗ്രോൺ ചെയ്തോണ്ട് ദൈവം കവനന്റ് ഓർത്തോ ഇല്ലയോ? ഓർത്തു. യേശു അതിന്റെ 44-ാമത്തെ വാക്യം ഒന്നും തോന്നുന്നു, ഒന്നും എടുത്താട്ട്. സോറി, 44 അതിന്റെ 41, 42 വാക്യം ഒന്ന് വായിച്ചാട്ട്, മലയാളത്തിൽ വായിച്ചു. യേശു മേൽപോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി യേശു എപ്പോഴാ പ്രാർത്ഥിച്ചത്? നേരത്തെ പ്രാർത്ഥിച്ചു. നേരത്തെ എപ്പോഴാ പ്രാർത്ഥിച്ചത്? വന്ന് പറഞ്ഞപ്പോഴേ. തലേദിവസമല്ല, യേശു ക്രിസ്തുവിനെ അറിയിക്കാൻ സഹോദരിമാര് വിട്ടല്ലോ, ദീനമായി കിടക്കുന്നെന്ന് അറിയിക്കാൻ വിട്ട. അത് പണ്ട് ഞാൻ പറഞ്ഞില്ലയോ, അത് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചത് പറഞ്ഞത്. ഇപ്പൊ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 2. എങ്ങനെയാ? ആത്മാവിൽ പ്രാർത്ഥിച്ചോ? ഇല്ല, ഗ്രോൺ ചെയ്തു. അതാണ് ഈ ആത്മാവിൽ ഗ്രോൺ ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ ആത്മാവിൽ ഗ്രോൺ ചെയ്യുന്നതിനെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? അപ്പൊ എത്ര തരത്തിലുള്ള അന്യഭാഷയുണ്ട്? 4. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ നമുക്ക് അറിയാവുന്നതില്ലയോ? അതറിയാവുന്നില്ലയോ? അത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു ബ്രദറുകാരൻ, വലിയൊരു പണ്ഡിതൻ, അപ്പം അദ്ദേഹം പറയുന്നത് കേട്ടു, 12 പേരെ അവിടെ ഉള്ളായിരുന്നു പ്രാർത്ഥിക്കാൻ നേരത്തെ. അപ്പോസ്തലന്മാർ മാത്രമേ അവിടെ ഉള്ളായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബ്രദറുകാരനൊരു പണ്ഡിതെന്ന് പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞു 12 പേര്. എത്ര പേരുണ്ടായിരുന്നു മാളിക മുറിയിൽ? നിങ്ങൾ പറയാ 12 പേരെ ഉള്ളെന്നാണ്. എന്തോ അല്ലത്. അപ്പോസ്തലന്മാർ 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും മറ്റുള്ളവരൊന്നും അവിടെ ഇല്ലായിരുന്ന ഈ പുള്ളി പറയുന്നത്. എന്നിട്ട് പത്രോസ് എത്ര പേരുടെ മുന്നേ എഴുന്നേറ്റിരുന്നത്? 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 11 പേരോടുകൂടെ. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു? 12 പേര്. അപ്പൊ പുള്ളിയുടെ വാദം ശരിയല്ലയോ? അല്ല, തെറ്റാ. 1-ാം അധ്യായത്തിൽ 15 ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 20 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ. അത് 1-ാം അധ്യായത്തിൽ അമ്മമ്മേ. അല്ല, അതിലുണ്ടെന്ന് ഞാൻ പറയാ. അത് 1-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിൽ ഇത്രയും പേരുള്ളെന്ന് ഈ പുള്ളി വാദിക്കുന്നു. നിങ്ങൾ പറയുന്നു 12 പേരെന്ന്. വാദിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ അതങ്ങ് വിശ്വസിച്ചാൽ മതി. എന്ന് പറഞ്ഞ മറ്റുള്ളത് ചായ കുടിക്കാൻ പോയതാ, 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ്, മറ്റുള്ളവരെ ചായ കുടിക്കാൻ പോയ 12 പേരെ ഉള്ളായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതിന്റെ 1-ാമത്തെ വാദിക്ക് 2-ന്റെ-1. അത് 2-ന്റെ-1. അത് കർത്താവിന്റെ ദാസനെ പുള്ളിക്ക് അത്ര 12 പേരെ കണ്ടുള്ളൂ. ആ പുള്ളിക്ക് 12 പേരെ കണ്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതോ എന്ത് വിശ്വസിക്കുന്നതോ അതേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.
ഞാൻ പറയുന്നത് മനസ്സിലായി. പലരും പല രീതിയിൽ യാക്കോബായിലാന്നുണ്ടെങ്കിൽ മൂറോ എന്ന് പറഞ്ഞ ഒരു ശൈലം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കത്തേ ഉള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ്. ഓക്കെ. പിന്നെ ഇപ്പൊ പുതിയ ഡയലോഗ് ഇറങ്ങിണ്ട പരിശുദ്ധ ആത്മാവ്, കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പുതിയ ഡയലോഗാണ്. അതെങ്ങനെ രണ്ടായോ? പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധനും ആത്മാവും രണ്ടായോ? ഒരു വേടേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് എന്നേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ ഡയലോഗുകൾ പുതുക്കി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്ന ബൈബിൾ, അതേമാതിരി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. യാക്കോബായിൽ എങ്ങനെ വിശ്വസിക്കുന്നത് അവർക്ക് അവിടം വരെ കിട്ടും. മർത്തോമാക്കാർ എവിടം വരെ വിശ്വസിക്കുന്നത് അവിടം വരെ അവിടെ കിട്ടും. പെന്തക്കോസ്തുകാരൻ എവിടം വരെ വിശ്വസിക്കുന്നത് അവിടം വരെ കിട്ടും. ദൈവരാജ്യത്തെ കുറിച്ച് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു, ആ ദൈവരാജ്യത്തിന്റെ നന്മ ഞാൻ അനുഭവിക്കുന്നു, അത് നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഇപ്പൊ പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങളെ കിട്ടും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ സമയം ഒത്തിരി കഴിഞ്ഞു. ഒരു സംശയമുണ്ട്. ഇപ്പോഴത്തെ ഈ അലറി കൂടിയുള്ള ഈ വലിയ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ആ അന്യഭാഷ ഏത് അന്യഭാഷയാണ്? അത് കർത്താവ് അവരോട് തന്നെ ചോദിക്കും, എന്നോട് ചോദിച്ചാൽ എനിക്കൊരു അല്ല, ഈ അന്യഭാഷയെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഇതിന്റെ ഒരു ക്ലിയറൻസ് എന്താന്ന് ദേവദാസന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അത് എനിക്കൊരു അഭിപ്രായമില്ല. ഈ നാലെണ്ണത്തിൽപ്പെട്ടതാണോ അഞ്ചാമത്തെ വന്നോ? അത് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കർത്താവിനാഥന് ഇഷ്ടമുള്ള പോലെ അങ്ങ് എടുത്തു. എനിക്ക് അതിനകത്ത് വേറെ അഭിപ്രായവുമില്ല. ഒരു പാട്ട് പാടി ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ പറയുന്നത് ഒരു പാട്ടൊക്കെ പാടി ഒടുവിലെ രണ്ട് ശീലി വരുന്നുണ്ട്, കുറച്ച് അന്യഭാഷ പറയുന്ന അത് ഭാഷ അല്ല എന്ന് പറയുന്ന വേറൊരുത്തര് പറയുന്നു അത് അന്യഭാഷയാണെന്ന്. നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കണോ? ദൈവത്തെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങൾ വരുന്നത് ആണോ? അതോ നിങ്ങൾ ആവലാതി പറയാനാണ് വരുന്നത്? എന്തിനാ വരുന്നത്? ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയണം. ചിലർ അങ്ങനെയും പറഞ്ഞു, ചിലർ ഇങ്ങനെയും പറയുന്നു. ഓക്കെ, എങ്ങനെയും ആട്ടെ. ദാസനെ അങ്ങനെയും പറയും ഇങ്ങനെയും പറയുന്നവരുടെ എല്ലാം കേട്ടെടുത്തു, നമ്മളെടുത്തു. നമുക്ക് വേണ്ടിയതൊക്കെ എടുക്കുക, വേണ്ടാത്തതിനെയൊക്കെ കളയുക. അന്യഭാഷയെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ആർക്കറിയാവുന്ന? എനിക്ക് ദൈവം മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ 2016 ഞാൻ അരേനടുത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ നോക്കി ഉടനെ ക്യാപ്റ്റൻ ശമുവേൽ എന്ന് പറയുന്ന ദേവദാസന്റെ ആയിരുന്നു. അദ്ദേഹം ഇതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഞാൻ പഠിപ്പിച്ച സെയിം മാറ്റർ തന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ക്യാപ്റ്റൻ ശമുവേലിനെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ, അതിന് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ദൈവമക്കളെ, ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇനി ഇത് കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള ഗുണം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ രാത്രിയിലൊക്കെ മിക്കവാറും 1-2 തവണ എഴുന്നേറ്റ് എൻ്റെ വീടിന് നല്ല നീളമുണ്ട്, ഈ ഒരു ഹോള് പോലെ കിടക്കുകയാണ്, ഇങ്ങനെ നടന്നങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ നടക്കുന്നത്, എക്സസൈസ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒരേ സമയത്ത് തന്നെയാണ്, രാത്രിയില്ല. എന്നോട് ചോദിച്ചു എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. രാത്രി ഞാൻ എഴുന്നേറ്റ് നടക്കും. എവിടെയാ? എൻ്റെ വീടിനകത്ത് തന്നെ നടക്കാം. ഫ്രണ്ടിലത്തെ വാതിൽ മുതൽ ബാക്ക് ഡോർ വരെ നല്ല ഹോളായിട്ട് കിടക്കുകയാണ്. അത് എനിക്കങ്ങനെ നടക്കാം. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് ഇല്ലെന്നാണ് എന്തുമാത്രം നീളമുണ്ട് അത്രയും നീളം തന്നെയുണ്ട്. അപ്പൊ അങ്ങനെ ഈ നടന്ന് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പം അന്യഭാഷ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത്. എനിക്കറിയത്തില്ല ഈ ആവലാതി ഒന്നും പറയാനായിട്ട്. ആവലാതി പറയുന്ന പരിപാടി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, പഠിപ്പിക്കത്തുമില്ല, പഠിക്കാൻ നിങ്ങളോട് പറയാനും പറയത്തില്ല. നിങ്ങൾ സ്പഷ്ടമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നിങ്ങൾ പറയാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് നടത്തി തരും. ഇസഹാക്ക് അങ്ങനെയാണ് പറഞ്ഞത്. പുറപ്പാട് പുസ്തകം ഏതാ? എത്ര അധ്യായം എന്ന് പറഞ്ഞേ? 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ നിർത്തിയേക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചോദിച്ചോ? പോകാനുണ്ടോ? ഞാൻ പഠിപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേറെ ദിവസം പഠിപ്പിക്കാം. ഇത് ഒത്തിരി പഠിപ്പിക്കാനുണ്ട്, അത് പിന്നീട് പഠിപ്പിക്കാം. പക്ഷെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നല്ല ശമരിയാക്കാരൻ ആരാന്ന്? അതൊന്ന് പറഞ്ഞേര്.
ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 തൊട്ടല്ലേ? ഒരു മനുഷ്യൻ 30-ാമത്തെ യെരൂശലേമിൽ വാക്യം നിന്ന് അല്ല, യെരിഹോവിലേക്ക് 27 മുതലൊന്ന് വായിച്ചേ. അല്ല, 27 25 മുതൽ വായിച്ചാട്ടെ. അനന്തരം ഒരു ന്യായസ്ത്രീ എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ ഇവിടെ ചോദ്യം എന്തായിരുന്നു? നല്ല ശമരിയക്കാരൻ ആരാണ്? അല്ല, ഇവിടുത്തെ നിത്യജീവൻ അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിനാണ് യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറുപടി. അപ്പം നീ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നീ പറഞ്ഞ ഉത്തരം ചെയ്തി ശരി, അങ്ങനെ പറഞ്ഞാൽ നീ ജീവിക്കും. അന്നേരം അവൻ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 29-ാമത്തെ വാക്യം വായിച്ചു. അവൻ തന്നെത്താൻ എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. അത് വായിച്ചാണ്. അവൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഇവൻ ചോദിക്കാണ് കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു. അന്നേരം യേശു അവൻ ആ കഥ പറയുന്നുണ്ട്. അപ്പം അതിനകത്തില് 36 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 36, 37. കൊച്ചുമോളുടെ സിസ്റ്റർ വായിക്കട്ടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. അവനോട് കണ്ണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം ആരാ നല്ല 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 അയൽവക്കത്തുകാരനാ? പറഞ്ഞു. ആ മറുപടി ആരാ പറഞ്ഞതാ? യേശു ആണെന്ന് പറഞ്ഞു. ന്യായശാസ്ത്രിയല്ലേ പറഞ്ഞത്? അപ്പൊ നീയും പോയി അങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞത്? എന്നിട്ട് പെന്തിക്കോസ്തിലെ ഉപദേശിമാർ ആരാ എന്താണ് ഈ നല്ല ശമരിയക്കാരൻ പറയുന്നത്? അതുകൊണ്ടാണ് അപ്പൊ യേശു പറഞ്ഞത് ഒരിടത്ത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെന്തിക്കോസ്തിലെ ഉപദേശിമാര് ഒട്ടുമുക്കാലും യേശു പറഞ്ഞത് പഠിപ്പിക്കാറില്ല. യേശു പഠിപ്പിച്ചതല്ല പഠിപ്പിക്കുന്നത്. അവർക്ക് വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പറയും. അതെ, സത്യം തന്നെയാണ്. ഒത്തിരി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ അനുഗ്രഹിക്കട്ടെ. അവനെ കാര്യസ്ഥൻ എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ. എന്താ കാര്യസ്ഥൻ? കാര്യസ്ഥൻ എന്ന് 14:16 വായിച്ച്. ആ 14 ഈ 16 തമ്മിൽ എന്താ വ്യത്യാസം? ഇത് എന്താ ഉള്ളത്? അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാ പറയുന്നത്. അതെ, അതും ഇതുമായിട്ട് എന്നെ ബന്ധം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ കാര്യസ്ഥനെ നമ്മൾ എവിടെ കിടന്ന് ഓടി നടക്കാതെ. ഓക്കെ, താങ്ക് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.